നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നറിയിപ്പുകളും വളരെ കൃത്യമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അബുദാബി പോലീസ് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇത് പ്രവാസികൾക്കും വളരെയേറെ ഉപകാരപ്രദമാണ്. കാരണം മുന്നറിയിപ്പുകളിലൂടെ പുതിയ ട്രാഫിക് നിയമങ്ങളും അത്തരത്തിൽ വരുന്ന പിഴകൾ സംബന്ധിച്ചും അറിയാനും ഇത് ഒഴിവാക്കാനും പ്രവാസികൾക്ക് സാധിക്കുന്നു. ഇപ്പോൾ ഡ്രൈവർമാർക്ക് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഉയർന്ന പിഴത്തുക ഈടാക്കുകയും ചെയ്യുന്ന ഗതാഗത നിയമലംഘനങ്ങൾ വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് അബുദാബി പോലീസ്. 50,000 ദിർഹം വരെ പിഴയും വാഹനം പിടിച്ചെടുക്കുന്നതും അടക്കമുള്ള നിയമലംഘനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അമിത വേഗത്തിൽ സഞ്ചരിച്ച് അപകടമുണ്ടാക്കുക, 5,000 ദിർഹം പിഴയും വാഹനം പിടിച്ചെടുക്കലും. റോഡിലെ അനധികൃത റേസിംഗിന് 50,000 ദിർഹം വരെ പിഴയും വാഹനം പിടിച്ചെടുക്കലും. സാധുവായ നമ്പർ പ്ലേറ്റ് അല്ലാതെ വാഹനം ഓടിച്ചാൽ പരമാവധി 50,000 ദിർഹം വരെ പിഴയും വാഹനം പിടിച്ചെടുക്കലുമാണ്. പോലീസ് വാഹനങ്ങൾ കേടുവരുത്തൽ 50,000 ദിർഹം വരെ പിഴയും വാഹനം പിടിച്ചെടുക്കലുമാണ്. റെഡ് സിഗ്നൽ മറികടന്നാൽ 50,000 ദിർഹം വരെ പിഴയും വാഹനം പിടിച്ചെടുക്കലുമാണ്. റോഡ് മുറിച്ചു കടക്കുന്ന കാൽനട യാത്രികർക്ക് മുൻഗണന കൊടുക്കാതിരിക്കുക എന്നതിന് 5,000 ദിർഹം പിഴയും വാഹനം പിടിച്ചെടുക്കലുമാണ്. പൊടുന്നനെ വാഹനം വെട്ടിത്തിരിക്കുന്നതിന് 5,000 ദിർഹം പിഴയും വാഹനം പിടിച്ചെടുക്കലുമാണ്. മുന്നിലെ വാഹനത്തിൽ നിന്ന് അകലം പാലിക്കാതെ വാഹനം ഓടിച്ചാൽ വാഹനം പിടിച്ചെടുക്കുകയും 5,000 ദിർഹം പിഴ ചുമത്തുകയും ചെയ്യും. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കാറിന്റെ മുൻ സീറ്റിൽ ഇരുത്തിയാൽ വാഹനം പിടിച്ചെടുക്കുകയും 5,000 ദിർഹം പിഴയടയ്ക്കുകയും വേണം. 7,000 ദിർഹമിൽ കൂടുതൽ ഗതാഗത നിയമലംഘന പിഴകളുള്ള ഡ്രൈവർമാർ ഈ തുക അടച്ചില്ലെങ്കിൽ വാഹനം പിടിച്ചെടുക്കും. അനുമതിയില്ലാതെ അനാവശ്യമായി വാഹനത്തിന്റെ എഞ്ചിനിലോ ഷാസിയിലോ മാറ്റം വരുത്തിയാൽ 10,000 ദിർഹം പിഴയും വാഹനം പിടിച്ചെടുക്കലുമാണ് ശിക്ഷ. 2019 ഗതാഗത നിയമലംഘനങ്ങളെ തുടർന്ന് 894 അപകടങ്ങൾ ഉണ്ടാവുകയും 66 പേർ മരിക്കുകയും ചെയ്തുവെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. എന്നാലും പിഴ ഈടാക്കൽ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെയാണ് അബുദാബി പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രവാസികൾക്കും വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.